രാം നാരായൺ റാം. ഒരു നേരം സ്വാദു ചെയ്താൽ ഭക്ഷണം മധുരമോ കയ്പോ ഉപ്പായോ എന്നത് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലും എല്ലാ രുചികളും തിരിച്ചറിയാനുള്ള ഒരു ഉപകരണം ഉണ്ട്. നിങ്ങളുടെ കണ്ണുകൾ എല്ലാം കാണിക്കാൻ കഴിയും. നിങ്ങളുടെ ചെവികൾ എല്ലാം കേൾപ്പിക്കാൻ കഴിയും. ഈ ബോധം, ഈ ജ്ഞാനം, ഈ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായ ആകൃതിയിലും വിത്തിനുമുണ്ട്. ഈ വിത്ത് മുളയ്ക്കാൻ അവസരം കിട്ടുമ്പോൾ, മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ അത് വിരിയുമ്പോൾ നിങ്ങൾ കാണും, നിങ്ങളും ഈ ലോകവും ഒരേ ഒന്നാണെന്ന്. ഫാക്ടോറിയൽ. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. പൂജാരീതികളുടെയും നിയമങ്ങളുടെയും പിടിയിൽ ഞങ്ങൾ വളരെ ദൂരെയായാണ് പോയത്. ഭൗതികമായി യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഈ ആചാരങ്ങളിലെ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഓരോ പ്രവൃത്തിയുടെയും യഥാർത്ഥ രൂപം അറിയാൻ നിർബന്ധമാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഈ നിയമങ്ങൾ എന്തിനാണ്? ഇതിന് പിന്നിലെ ലൗകികവും ശാസ്ത്രീയവുമായ ഉത്തരങ്ങൾ അറിയേണ്ടതുണ്ട്. അറിയാതെ ഒരു കല്ലിന് മുന്നിൽ നിലവിളിച്ചാലും കല്ല് മറുപടി നൽകില്ല. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സത്യം തിരിച്ചറിയാതെ ആ കല്ലിൽ നിന്ന് ഒരു ശബ്ദവും ഉയരില്ല. ഈ നിയമങ്ങൾ എന്തിനാണ് രൂപപ്പെടുത്തിയതെന്ന് അറിയണം. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും തത്വചിന്തയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി പാലിക്കപ്പെടുന്ന ഈ രീതികൾക്ക് വഴി അവർക്ക് യഥാർത്ഥ ദർശനം ലഭിക്കുന്നില്ല, അനുഭവം ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് എന്ന് മനസ്സിലാക്കണം. ഒരുവൻ ഉച്ചത്തിൽ കരഞ്ഞ് തല പൊട്ടിക്കുന്നതിലൂടെ ഇത് സാധ്യമായിരുന്നെങ്കിൽ അത് വേറെ വിഷയമായിരിക്കും. ഒരാൾ തീവ്ര ദുഃഖത്തിൽ മുങ്ങി ഉച്ചത്തിൽ കരഞ്ഞ് ദൈവത്തെ വിളിച്ചാലും എത്ര ഏകാഗ്രതയുണ്ടായാലും ദൈവം പ്രത്യക്ഷമാകുന്നില്ല. മകനിൻ്റെ മരണം കേട്ട അമ്മയും അച്ഛനും നിരന്തരം കരഞ്ഞ് അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാത്തവയാകുന്നു. അവർ അകൽച്ചയിൽ പെടുന്നു. പക്ഷേ അവരുടെ ഈ കരച്ചിൽ കേട്ടിട്ടും ഒരു മറുപടിയും ഉണ്ടാകില്ല. ഭൂതപ്രേതങ്ങൾ വരില്ല. മരിച്ച മകൻ തിരിച്ചെത്തുകയുമില്ല. ഏകാഗ്രതയ്ക്കൊരു നിയമമുണ്ട്. നിങ്ങൾ ആരെയോ ആവേശത്തോടെ ഓർത്താൽ അവൾ പ്രത്യക്ഷമാകണം. ഏറ്റവും ഏകാഗ്രതയോടെ ആരെയെങ്കിലും ധ്യാനിച്ചാൽ അവർ നിർഭാഗ്യവശാൽ വരും.